ഹലോ ഗൈസ്, ലൈഫ് അപ്ഡേറ്റ്സിന് 92 ദിവസത്തിലേക്ക് സ്വാഗതം. പുതിയ ബ്രഷ് വാങ്ങിയതിൻ്റെ ആവശ്യത്തിൽ കിടക്കപ്പായത് നേരെ എഴുന്നേറ്റ് വന്ന് വരയ്ക്കാനാണ്. നല്ല തണുപ്പുണ്ട്. മാഷിനോട് സംസാരിച്ചെന്നാണ് വരയ്ക്കുന്നത്. യുവമാർക്കൊരു പൂർണ്ണതയില്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. ഇന്നെന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും. അങ്ങനെ കുറച്ച് നേരം നിന്ന് വരച്ചപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇനി 1-2 കുഞ്ഞിപ്പണി കൂടി ബാക്കിയുള്ളൂ. അത് സമയം പോലെ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് മാഷുമായിട്ട് ഫുഡ് കഴിക്കാൻ പോയി തിരിച്ചു വന്നു. ദേ നടക്കുന്നു നമ്മുടെ വാക്ടയിൽ. നേരത്തെ ഇവന്മാർക്ക് കണ്ണായിരുന്നു വരയ്ക്കാൻ വിട്ടുപോയത്. എന്നാൽ പിന്നെ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ട് അടുത്തതിലേക്ക് കയറാമെന്ന് കരുതി കണ്ണും വരച്ച് ഇവന്മാരുടെ പണി തീർത്തു. അങ്ങനെ 1 ഡൗൺ. ഇനി ഇവനാണ് വരയ്ക്കാനുള്ളത്. ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ ഫുള്ള് കളകളാരമാണ് കേട്ടോ. അതിൻ്റെ ഇടക്കൂടെ ഒരു പൊട്ടനീച്ച വന്ന് കാലി കടിച്ചു. അവനെ കാലൂരിക്ക് അയച്ചിട്ട് ഉച്ചക്ക് തന്നെ ഇതിൻ്റെ പണിയും കഴിഞ്ഞു. അങ്ങനെ 2 ഡൗൺ. അന്നേരമാണ് ഈ കേബിൾ ശ്രദ്ധിച്ചത്. അത് വെച്ചൊരു ഡയറക്ടർ ബ്രില്യൻസും ചെയ്തു. മനസ്സിലായോ? അതായത് ആ കേബിളിന്റെ എക്സ്റ്റൻഷൻ ആ കിളിയിരിക്കുന്ന വള്ളി പോലെ ആക്കി. ഇനിയുള്ള അടുത്ത പണിയാണ് ഈ കിളിയിരിക്കുന്ന മരവും ഈ ശലഭ ഇരിക്കുന്ന മരവും താഴത്തേക്ക് വരയ്ക്കാൻ. അതേപോലെ തന്നെ താഴേക്ക് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. ദൂരെ നോക്കുമ്പോൾ ഏകദേശം ഒരേപോലെ തന്നെ തോന്നുന്നുണ്ട്. നമുക്കത് മതി. അടുത്ത 1 ടാസ്ക് ഈ കാണുന്ന മരങ്ങളും അതേപോലെ തന്നെ താഴേക്ക് വരയ്ക്കണം. അത് കണ്ടിട്ട് തന്നെ തലവേദന എടുക്കുന്നു. ഒരു മരം വരച്ചപ്പോൾ തന്നെ വല്ലാത്ത മടുപ്പ്. അപ്പോഴേക്കും സമയം 2 മണിയായി. ഇന്നൊരു സ്ഥലം വരെ പോകാനുണ്ട്. അതുകൊണ്ട് പണി ഇവിടെ വെച്ച് നിർത്തി. പിന്നെ നന്ദുസാറുമായിട്ട് പോയി ലഞ്ച് കഴിച്ചിട്ട് 3 മണി കഴിഞ്ഞപ്പോൾ മാഷിന്റെ വണ്ടിയും വാങ്ങി അപ്പപ്പാർക്ക് വിട്ടു. വഴിയൊക്കെ അടിപൊളി. വളരെ ആസ്വദിച്ച് വണ്ടി ഓടിച്ചൊരു വളവ് തിരിഞ്ഞപ്പോൾ ആനയുടെ മണം നെഞ്ചത്തുകൂടി കൊള്ളിയാൻ പാഞ്ഞു. പക്ഷേ ആനനെ പോയിട്ട് ആമേനെ പോലും കണ്ടില്ല. അണ്ണൻ പോകുന്നത് മിനി ടീച്ചറുടെ വീട്ടിലേക്കാണ്. ഒരു 2-3 കൊല്ലം മുന്നേ നമ്മളിവിടെ അടുത്തൊരു അംഗനവാടിയിൽ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഓളിനോളായിരുന്നു മിനി ടീച്ചർ. അന്ന് പരിചയപ്പെട്ടതാണ് ആളെ. ലഞ്ചും കഴിച്ച് വയറ് നിറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. വന്നപ്പോഴേ ചായ തന്നു. ഇത് ടീച്ചറുടെ മോളുടെ സ്കെച്ച് ബുക്കാണ്. ആളും വരയ്ക്കും. ചായയൊക്കെ കുടിച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചോറ് കഴിക്കാൻ വിളിച്ചു. വയറാണെങ്കിൽ ഫുള്ളായി. പിന്നെ നിർബന്ധിച്ചപ്പോൾ കുറച്ച് ചോറും കഴിച്ചു. ചോറും കഴിച്ച് പുറത്തിറങ്ങിയ സംസാരിച്ചപ്പോൾ ദേ വരുന്നു അടുത്ത റൗണ്ട് കട്ടൻ. വയറിലിനി 1 ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ല എന്ന് പറഞ്ഞ് കട്ടൻ മാത്രമേ കുടിച്ചുള്ളൂ. ഒരു 2-2.5 മണിക്കൂർ അവിടെ ഇരുന്ന് സംസാരിച്ചു. എന്നിട്ട് വയറും നിറഞ്ഞ് മനസ്സും നിറഞ്ഞ് സന്ധ്യ ആറായപ്പോൾ അവിടെ നിറങ്ങി. ആനക്കാടൊക്കെയാണ് മോനെ സൂക്ഷിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഭയം വന്നെങ്കിലും ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടതെന്ന് മനസ്സിലുറപ്പിച്ച് വണ്ടി എടുത്തു. ഈ സ്ഥലം കണ്ടോ? ഇവിടെ കൂടി നമ്മൾ കഴിഞ്ഞ ഒക്ടോബറിൽ വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ലുക്ക് ദേ ഇങ്ങനെയായിരുന്നു. സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു ചെറിയ തണുപ്പും വരാൻ തുടങ്ങി. വരുന്ന വഴി ഒരു മയിലിനെയും കണ്ടു. പിന്നെ നമ്മുടെ സ്ഥിരം സ്ഥലത്ത് വെച്ച് മാനിനെയും കണ്ടു. അങ്ങനെ ഐബിയിലെത്തി അവിടെ ഒരു കല്ലെടുത്ത് കളിച്ചപ്പോൾ എങ്ങനെയോ അത് ബാലൻസ് ആയി. അത് കഴിഞ്ഞ് പിന്നെ എത്ര ശ്രമിച്ചിട്ടും ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല. രാത്രി ഫുഡും കഴിച്ച് ശ്രീധേട്ടനോട് സംസാരിച്ചിരുന്നു. ആൾ അടിപൊളിയാണ്. ചേട്ടൻ്റെ സംസാരം കേട്ട ചിരിച്ചിരിച്ചൊരു വഴിയാകും. അങ്ങനെ ആളുടെ കുറെ കഥകളും കേട്ടിരുന്നു. കുറെ കഥ അണ്ണനും അങ്ങോട്ട് പറഞ്ഞ് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് കിടന്നുറങ്ങി. ബാക്കി നാളെ. അപ്പോൾ ബൈ.